കണ്ണൂർ അഴീക്കലിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ യുവാവിനെ കാണാതായി. മാട്ടൂൽ സ്വദേശിയാണ് കാണാതായത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഞാനിപ്പോൾ ഉള്ളത് ആ യുവാവിനെ കാണാതായ അഴീക്കോട് ആനിവയൽ എന്ന് പറയുന്ന കുളത്തിന് സമീപമാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് മാട്ടൂൽ സ്വദേശികളായിട്ടുള്ള 3 പേർ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത്. 3 യുവാക്കളാണ്. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. മാട്ടൂൽ സ്വദേശിയായിട്ടുള്ള ഇസ്മയിൽ എന്ന് പറയുന്ന 21 വയസ്സുള്ള യുവാവിനെയാണ് കാണാതായിട്ടുള്ളത്. അവർ കുളിക്കുന്നതിനിടെ അല്പം ആഴമുള്ള കുളമാണ്. ഇവിടെ എല്ലാ ദിവസങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ പുറത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല, കുറച്ച് അകലെ നിന്നുള്ള യുവാക്കളൊക്കെ വന്ന് കുളിക്കുന്ന ഒരു കുളമാണ് എന്നതാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. അതിനിടെ കുളിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഇസ്മയിലിനെ കാണാതായത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഈ കുളത്തിൽ നല്ല പരിചയമുള്ള ഈ പ്രദേശത്തുള്ള നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സാധാരണ തന്നെ നല്ല ആഴമുള്ള കുളമാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ ശക്തമായ മഴ കൂടി പെയ്തതോടെ കുളത്തിൻ്റെ ആഴം അല്പം കൂടി കൂടിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇവിടെ 1 മാസം മുമ്പ് മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ കുളത്തിൽ തന്നെ കുളിക്കുന്നതിനിടെ മറ്റൊരാൾ അവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തെരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളൊക്കെ എത്തിച്ച്, ഡിങ്കി ബോട്ടുകളൊക്കെ എത്തിച്ച് അവർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഇവിടെ, ഫയർഫോഴ്സിൻ്റെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാട്ടുകാർ, ഇവിടെ ഈ കുളത്തെ സംബന്ധിച്ച് നല്ല പരിചയമുള്ള നാട്ടുകാരുണ്ട്. അവരും ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. ചേട്ടാ, ഇവിടെ മുമ്പും അപകടം നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. 2 മാസം അല്ലേ? 2 മാസം മുമ്പ്. ഇപ്പോഴെന്താ സംഭവിച്ചറിയത്? ഇന്ന് രാവിലെയാണ് ഇപ്പോൾ മാട്ടൂരിൽ നിന്ന് വന്നെന്നാ പറയുന്നു പിള്ളേർ. നമുക്കറിയില്ല. കുറേ പിള്ളേർ കുളിക്കാൻ വന്നു. ഇന്ന് രാവിലെ എത്ര മണിയോടെയാണ്? ഒരു 12:30 ആ സമയത്താണ് ഉണ്ടായത്. എന്താ സംഭവിച്ചത്? എന്നാറില്ല കുട്ടിയാന്ന് മാട്ടൂലുള്ളതെന്ന് പറയുന്ന കേട്ടു. നമ്മൾ ചോദിച്ചു അന്വേഷിച്ചായിരുന്നു. നടക്കുവായിരുന്നു, കിട്ടുന്നില്ല. ചളിയിലായി. ചളിയുണ്ടോ? ചളിയുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അടിയിൽ, ഈ കുളത്തിനടിയിൽ ചളി കൂടി ഉണ്ട് എന്നതാണ് ഈ നാട്ടുകാർ, പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഇസ്മയിലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മറ്റ് 2 പേരും സുരക്ഷിതരാണ്. 3 പേരാണ് മാട്ടൂൽ സ്വദേശികളായിട്ടുള്ള 3 ആൾക്കാരാണ്, 3 യുവാക്കളാണ് രാവിലെ കുളിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. എന്തായാലും അല്പം ആഴമുള്ള നല്ല വീതിയുള്ള കുളമാണ്. നമുക്ക് ദൃശ്യങ്ങൾ അത് വ്യക്തമാകും. നല്ല വീതിയുള്ള, കുറേ ആൾക്കാർ ഒരുമിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുളമാണ്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായി അപകടം നടന്നിട്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ ഇസ്മയിലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വലിയ നാട്ടുകാരും ഈ അപകട വിവരമറിഞ്ഞ് പ്രദേശത്തെ നാട്ടുകാരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞതുപോലെ ഇതിനു മുമ്പും സമീപകാലത്ത് തന്നെ ഇവിടെ മറ്റൊരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ കുളിക്കാൻ ഇറങ്ങിയ മറ്റൊരു യുവാവ് ഇവിടെ മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ കുളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നൊക്കെ നാട്ടുകാർ ഇവിടെ വരുന്നവരോടൊക്കെ പറയാറുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് മാത്രമല്ല, ഇപ്പോൾ മാട്ടൂൽ എന്ന് പറയുന്നത് ഈ തൊട്ടടുത്തുള്ള പ്രദേശമല്ല, കുറച്ച് അകലെയുള്ള പ്രദേശമാണ്. പഴയങ്ങാടി ഭാഗമാണ്. അവിടെ നിന്നാണ് രാവിലെ, ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട്, അവധി ദിനം കൂടി ആയതുകൊണ്ട് യുവാക്കൾ ഇങ്ങോട്ട് കുളിക്കുന്നതിന് വേണ്ടി എത്തിയത്. അപ്പോഴാണ് ഈ ദാരുണമായ അപകടം എന്തായാലും സംഭവിച്ചിട്ടുള്ളത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ക്രിസ്റ്റീന. ശരി, കണ്ണൂർ അഴീക്കലിലെ കുളത്തിൽ കാണാതായ യുവാവിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.